ചുറ്റിയേയും വെട്ടുകത്തിയൊന്നും കണ്ട് പേടിക്കേണ്ട, ഇതൊക്കെ എൻ്റെ പണിയായുധങ്ങളാണ്. ഒരു മെനകെട്ട തുണി തയ്ക്കാൻ പെടുന്ന പാടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ തന്നെ സെലക്ട് ചെയ്തെടുത്ത തുണിയായതുകൊണ്ട് ആരെയും ഒന്നും പറയാൻ പറ്റിയില്ല. കടയിരുന്ന് കണ്ടപ്പോൾ എന്താ ഭംഗി. വീട്ടിൽ കൊണ്ടുവന്നിട്ടോ ഇതിന് ഭംഗിക്കുറവൊന്നുമില്ല, പക്ഷേ ഇതിലെ വർക്ക് കാരണം സ്റ്റിച്ച് വീഴുന്നില്ലായിരുന്നു. സ്റ്റോൺ വർക്ക് ഉള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റോൺ പറിച്ച് മാറ്റിയിട്ടായിരുന്നു സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് പറിച്ച് മാറ്റാൻ പറ്റാത്ത ടൈപ്പായിരുന്നു. സ്റ്റോൺ അല്ല, ഗ്ലൂ പോലത്തെ സംഭവമായിരുന്നു. അതുകൊണ്ട് പൊട്ടിച്ചെടുക്കുക അല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും അതിലില്ലായിരുന്നു. മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ മനസ്സിൽ വേറെ പല ഡിസൈൻസും ആയിരുന്നു. പക്ഷേ അതൊന്നും ഇതിൽ നടക്കത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ലൈൻ ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ആ ഡ്രസ്സൊന്ന് കണ്ടാലോ. ഇത് ഇത്രയെങ്കിലുമൊക്കെ എത്തുമെന്നല്ല എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അതുകൊണ്ട് ഈ ഒരു ഔട്ട്പുട്ടിൽ ഞാൻ ഹാപ്പിയാണ്. ഇതിലാകെ എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുള്ള 2 പോക്കറ്റാണ്. പോക്കറ്റ് വരുമ്പോൾ എന്താണെന്നറിയത്തില്ല, നമ്മൾ ആ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു കംഫർട്ടും കോൺഫിഡൻസൊക്കെ കൂടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. പിന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ എലൈൻ കുർത്തിക്കും ഫ്രോക്കിനൊക്കെ പോക്കറ്റ് വെക്കണ്ടേ എന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം.